അല്ല പുതിയൊരു സംഭവം ഇല്ലേ, അറിയില്ലേ, നമ്മളെ കറണ്ട് ചാർജ് കൂട്ടിയത്. അത് തന്നെയല്ലേ ഇന്ന് ടിവിയിലും പേപ്പറിലും വാർത്ത, അത് തന്നെയാണ് മെയിൻ വാർത്തയാണത്. അതെ, അത് ചെറിയ പൈസ ഒന്നല്ലേ, അത് പിന്നെ നല്ലോണം പൈസ കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ. അത് യൂണിറ്റ് 16 രൂപ. യൂണിറ്റിന് 16 പൈസ. 16 പൈസ. അതെ, അത് 16 പൈസ. ഓക്കെ, നമുക്ക് 16 പൈസ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം, ശരി. പക്ഷെ എങ്ങനെ 16 പൈസ നമുക്ക് വരുന്നത്? ഈ 16 പൈസ കൂടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ലാബ് മാറുന്നതനുസരിച്ചിട്ട് വരുന്ന ഒരു വർധനമുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. അതെങ്ങനെ സ്ലാബ് മാറിയിട്ട് വരുന്നത്, എങ്ങനെയാ പറഞ്ഞേ? അതായത് നമ്മളൊരു 100 യൂണിറ്റ് കറണ്ടിന് 2 രൂപ വെച്ചിട്ടാണെങ്കിൽ 100 യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നവന് എത്ര ഉപയോഗിക്കണം? നമുക്ക് 200 രൂപ. 2 രൂപ സങ്കല്പിച്ചാൽ 200 രൂപ കൂട്ടി. പക്ഷെ 101 യൂണിറ്റ് ആയാൽ അവിടുന്ന് മാറി, അത് 101 യൂണിറ്റ് ആയാൽ അത് 5 രൂപയായിട്ട് വർത്തിക്കുന്നുണ്ട്. അത് 200 × 5. അതായത് ഈ വർത്തിക്കുന്ന ഒരു യൂണിറ്റിനല്ല 5, 1/5. സാധാരണക്കാരൻ ചിന്തിക്കില്ല, നമ്മളെ പോലെ ഉള്ളവര് ചിന്തിക്കാത്ത. ഒരു യൂണിറ്റ് 16 രൂപയുള്ളൂ. പക്ഷെ ഇവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്, ഇവിടെയാണ് ചതി. അങ്ങനെയുള്ള എന്താ പറയില്ല, ആ ഒരു ഭീമമായ ഒരു ചതി നമ്മൾ കണ്ടേ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ സുരേഷേ, ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് KSEB നടത്തുന്ന ഒരു ശ്രമമുണ്ട്. ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് പിന്നെ ഉയർന്ന വില കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. നമുക്ക് കറണ്ട് കട്ട് ഇല്ലാതെ മുന്നോട്ട് പോകണ്ടേ? അല്ല, അത് ശരി തന്നെ. പക്ഷെ നമുക്ക് 3-4 വൈദ്യുത പദ്ധതികൾ ഇന്നും നടപ്പാക്കാതെ, അത് പൂർത്തിയാക്കാതെ നമുക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ചെറുകിട വൈദ്യുതിയല്ലേ, ആയിക്കോട്ടില്ലേ, ചെറുതാണെങ്കിലും അത് പൂർത്തിയാക്കാൻ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ആ ബോർഡോ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ല, അതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതൊന്നും പറ്റില്ല. മറ്റേ തമിഴ്നാട്ടിൽ ഇപ്പം താപ വൈദ്യുതി നിലയോ പിന്നെ ആണവ നിലയോ വന്നാൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ, ആണവ റിയാക്ഷൻ വരുമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. അവര് തമിഴന്മാരല്ലേ. പക്ഷെ അത് അങ്ങനെ പറയല്ലേ പിന്നെ കോയിനാട്ടാ, നമ്മുടെ നാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നവരാണ്. അപ്പൊ ആ തിങ്ങിപ്പാർക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ആണവ നിലയോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ സ്ഥലം ഉള്ളിടത്ത് ഒരാണവ നിലയോ വെക്കുന്നതായിട്ട് രണ്ടുമായിട്ട്. അല്ല, പാറയും മറ്റേ പ്രദേശങ്ങളിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ കേരളത്തിൽ ഇഷ്ടംപോലെ ആടെ ഒരു താപനിലയം എടുത്ത് ചീമേനി പണ്ടത്തെ താപനില ഓർമ്മയില്ലേ? താപനില ആണവ നിലയല്ലേ അവർ പറഞ്ഞു? അല്ലല്ല, താപനിലയം പെരുങ്ങോത്ത് താപനിലയാ പറഞ്ഞത്. അതിനെതിരെ പിന്നെ പരിസ്ഥിതിവാദികൾ ഇതാക്കി. ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അവരെ നമ്മൾ അനുകൂലിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ സമരം ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലത്ത് നിന്ന് കടമോ അല്ലെങ്കിൽ പൈസ കൂടുതൽ മേടിച്ചിട്ട് കൊണ്ടിരുന്ന വൈദ്യുതിക്ക് നമ്മൾ വില കൂടുതൽ കൊടുക്കേണ്ടി വരും. അത്ര തന്നെ അത് കാര്യമല്ലേ? അതിൻ്റെ അകത്ത് വൈദ്യുതിക്ക് വില കൂടുതൽ കൊടുക്കുന്ന മാത്രമല്ല ഇവിടെ പ്രശ്നം. നമുക്ക് ഇവിടുന്ന് ബോർഡിന് വരുന്ന ചെലവുകൾ, ഏതെല്ലാം മേഖലകളിലാണ് ബോർഡിന് വരുന്ന അനാവശ്യ ചെലവുകൾ, അങ്ങേയറ്റം ഉദ്യോഗസ്ഥർ തൊട്ട് ഇങ്ങേയറ്റത്തെ ചെറുകിട ആൾക്കാർ വരെയുള്ള പ്രശ്നങ്ങൾ, അത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുമോ? കാരണം അടിസ്ഥാന വിദ്യാഭ്യാസത്തോടു കൂടി ജോലിക്ക് കയറുന്നവർ 2-3 വർഷം കഴിയുമ്പോഴത്തേനും എവിടെ എത്തി? ആ ഒരു പോസ്റ്റ്, കാരണം ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരു പോസ്റ്റോട്ട് എത്തുന്നു. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുമല്ല, നമ്മുടെ സർക്കാരിൽ വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വെച്ചിട്ട് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവർ ഈ താഴെക്കടയുള്ളവരാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ കറണ്ട് കിട്ടുന്നത്. അത് നമുക്ക് പറയാതിരിക്കാനും വയ്യ. പക്ഷെ കുറെയെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ശമ്പളം, ഏത് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും ഏകദേശം സെയിം ശമ്പളമാണ് ഇപ്പം വരുന്നത്. 8ാം ക്ലാസ്സുകാരനും ഡിഗ്രി പഠിച്ചവനും ഒരേ ശമ്പളമാണ് ഏകദേശം വരുന്നത്. അല്ല, വിദ്യാഭ്യാസം മാത്രം നോക്കല്ലേ. ഒരു സംശയം, ഈ 16 പൈസ കൂട്ടിയത് ആരാണ്? എങ്ങനെ? KSEB. അത് സർക്കാരല്ല കൂട്ടുന്നത്. ഒരു കമ്മിറ്റിയാണിത്. ആയിക്കോട്ടെ, അതിന് സർക്കാർ നിയന്ത്രണ കമ്മിറ്റിയല്ലേ? ഈ കമ്മിറ്റിക്ക് കൂട്ടാനുള്ള അധികാരമുണ്ട്. വൈദ്യുതി മന്ത്രി പറഞ്ഞു എന്ത് കമ്മിറ്റിയാണ് അവരെ കൂട്ടിയതിന് ഞങ്ങൾ എന്തിനാ പാവാരിയായിട്ട് എടുക്കുന്നു ചോദിച്ചു അയാള്. അല്ല, അങ്ങനെ ഇതിന്മേൽ സർക്കാർ എന്നാ പിന്നെ ഒരു വൈദ്യുതി മന്ത്രിയുടെ ആവശ്യം എന്താണ്? സർക്കാരിനെ നോക്കൂത്തിയാണോ? ഇതെല്ലാം ഏകദേശം ഇവര് കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം സർക്കാരിനെ വിവരം അറിയിക്കൂലോ? അതെ, അറിയിക്കും. അതെ, അന്നേരം 30 പൈസ കൂട്ടാൻ വേണ്ടി പറഞ്ഞത് ഈ 16 പൈസ കൂട്ടിയിരിക്കുന്നത്. 30 പൈസ അവർ പറഞ്ഞു, അത് സമ്മതിക്കൂല എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വെച്ചു. അതിനുശേഷം 15-ഉം 10ഉം കൂട്ടിയത്. അല്ല, ഇനി ഡിസംബർ ജനുവരി കഴിഞ്ഞാൽ പിന്നെ 12 പൈസ കൂട്ടുന്ന പറഞ്ഞു. പറ്റുമല്ല, വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഉണ്ടാവില്ല. അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ ഇത്രയും പറഞ്ഞു.
ഒരു അരമണിക്കൂർ കറണ്ട് കട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? എന്തായിരിക്കും? KCB ഓഫീസിലേക്ക് വിളിക്കലായി, ഒന്നര വിളിക്കല, രണ്ട് പേര് പറയലായി. വിളിക്കും. അല്ല, അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ഇവര് പറഞ്ഞ പൈസ കൊടുത്തിട്ട്, ഇവര് പറഞ്ഞ യൂണിറ്റിന് പൈസ കൊടുത്തിട്ട് നമ്മൾ ഉപഭോക്താവാണെങ്കിൽ ഉപഭോക്താവിന്റെ അവകാശത്തനുസരിച്ച് വിളിക്കുക തന്നെ വേണം. അതേപോലെ ഇല്ലാന്നും പറഞ്ഞിട്ട് അവര് പൈസ കുറയ്ക്കുന്നുണ്ടോ? അവര് മിനിമം ചാർജ് മേടിക്കുന്നില്ലേ? ഏതായാലും ഞാൻ പറയട്ടെ സുരേഷേ, ഇവിടെ ഇപ്പം മറ്റ് പലതിനും വില കൂടുന്ന കൂട്ടത്തിൽ ഈ KCB ഈ ചതി പിന്നെ ഇതിലും കൂടെ ഒരു വലിയ പ്രശ്നം തന്നെ. ഈ റെഗുലേറ്ററി കമ്മിറ്റി ആയാലും ഇനി ഗവൺമെൻറ് ആയാലും ഇനി ആരായാലും ഈ പൈസ കൂട്ടിയത് നമ്മളെ കേരളീയർക്ക് ഒരു ഇരുട്ടടി തന്നെയാണ്. അത് പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വാണിജ്യ സിലിണ്ടറിന് ഇടയ്ക്ക് 16 രൂപ കൂട്ടും, ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാർഹിക സിലിണ്ടർ പൈസ കൂട്ടും, പിന്നെ മറ്റേ പെട്രോളിന് 30 പൈസ 10 പൈസ കൂട്ടും, അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ വേറെ കുറച്ച് കഴിയുമ്പോൾ ഡീസലിന് 10 പൈസ കൂട്ടും. അങ്ങനെ കൂടി 40 രൂപയുണ്ടായിരുന്ന ആ സാധനം ഇപ്പം 160 രൂപ. ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യണം. ശരിയാണ്. കാരണം എന്താ പറയാ, ഇത് 10 പൈസ കൂട്ടുമ്പോൾ ആരൊന്നും മിണ്ടൂല. 10 പൈസയല്ലേ കൂടി, അതേ ഒരു ട്രിക്കാണ് ഇതിനകത്തു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മുടെ വീടിന് മുന്നിൽ ഒരു കിണറുണ്ട്, ബക്കറ്റ് ഉണ്ട്, കയറുണ്ട്, എല്ലാം കോരാൻ പറ്റും. കറണ്ട് പോയി കഴിഞ്ഞാൽ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബക്കറ്റ് വെള്ളം കോരാൻ ആരെങ്കിലും മെനക്കെടുന്നുണ്ട്? ഇല്ല. കറണ്ട് വരുന്നവരെ കാത്തിരിക്കും. ആരെങ്കിലും അരക്കുന്നില്ല? ഇല്ല, അരക്കുന്നില്ല. സാധനമുണ്ട്. തുണി അലക്കേണ്ട കാര്യമില്ല, പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഇടാം. അതുകൊണ്ട് വേറെ കാര്യമുണ്ട്, ഗവൺമെന്റ് ഇതൊരു പുനഃപരിശോധിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. എന്ത് പറയുന്നത്? അപ്പം പിന്നെ ഇതാണ് സ്ഥിതി. നമ്മൾ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നില്ല, നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഈ പിന്നെ നമ്മളെ ടീമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എല്ലാ കാലത്തും പ്രതികരിക്കും, പിന്നെ എല്ലാ പ്രശ്നത്തിലും പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ പത്രങ്ങളായാലും മാധ്യമങ്ങളായാലും മറ്റ് പിന്നെ TV ആയാലും അവർ ആവശ്യമുള്ളത് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നമുക്കിപ്പം വേണ്ടത് എന്താണ്? ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? കൂട്ടിയത് തന്നെയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അതന്നെ സൊല്യൂഷൻ പറ്റില്ല. ഇതും കൂടി ആകുമ്പോ എല്ലാത്തിനും എല്ലാ സാധനത്തിനും കാര്യം എല്ലാം വില പോയി. ഇതും കൂടി ആകുമ്പോ അടിച്ചേൽപ്പിക്കല്ലേ സംഭവം. അതെ, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന അടിച്ചേൽപ്പിക്കൽ സർക്കാർ തരത്തിൽ നിന്നുള്ള ഒരു ശ്രദ്ധയോട് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ശക്തമായ അതുകൊണ്ടാണ് ആള് ഇവിടുന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലേക്കെല്ലാം പോയി ബിസിനസ് ആക്കുന്നത്. കാരണം വൈദ്യുതി ഫ്രീ ആണ് ഇവിടെ. അതെ. അപ്പൊ നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇത് പിന്നെ ശരിയല്ല, ഈ നിലപാട് ശരിയല്ല. ഇത് അംഗീകരിക്കാനും കഴിയും. പുനഃപരിശോധന വേണം. അതെ, ഒരു പുനഃപരിശോധന വേണമെന്നേ പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.